അഭിനന്ദനായ മാർ തിമോത്തിയോസ് തിരുമേനി തന്റെ മേൽപ്പെട്ട ശുശ്രൂഷയുടെ ആപ്തവാക്യമായി സ്വീകരിച്ചത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിന്റെ 5-ാം തിരുവചനമാണ്. മനുഷ്യൻ അവന്റെ സകല ബുദ്ധിയും ഉപയോഗിച്ച് ചിരപരിചിതമായിരുന്ന തന്റെ ജോലി നിർവഹിച്ചിട്ടും ഫലം കാണാതെ ഇരുന്ന ഒരു വേളയിൽ ദൈവത്തിന്റെ വചനം, ദൈവവചനത്തിന്റെ മാംസം ധരിച്ച രൂപം കർത്താവായ യേശുക്രിസ്തു തന്നെ മറ്റൊരു മാർഗം പറഞ്ഞു കൊടുക്കുന്നത് യാഥാർത്ഥ്യമായി കാണുന്ന സംഭവമാണ്. ശിഷ്യന്മാർ മീൻ പിടിക്കുവാൻ, പ്രത്യേകിച്ച് മത്സ്യബന്ധനം അവർക്ക് പരിചിതമായ ഒരു തൊഴിലാണ്. അവരെ പ്രത്യേകിച്ച് ഇനിയും ആരും അത് പരിശീലിപ്പിക്കേണ്ടതില്ല. അവർ വലയിറക്കി മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടപ്പോൾ ഏറെ അധ്വാനിച്ചിട്ടും ഫലമൊന്നും കാണാതിരിക്കുന്ന സന്ദർഭത്തിൽ ഗുരുവും നാഥനുമായവൻ മത്സ്യങ്ങളെക്കാൾ മനുഷ്യരെ പിടിക്കുന്നതിന് അവർക്ക് നിയോഗം നൽകിയ നാഥൻ കർത്താവ് അവരോട് പറഞ്ഞു, വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക. പത്രോസ് പറഞ്ഞു, നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. മാർ തിമോത്തിയോസ് പിതാവിന്റെ ജീവിതത്തിന്റെ ആപ്തവാക്യം, നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ചുണ്ടേവാലയിൽ ജോർജ് അച്ഛന്, സണ്ണി അച്ഛന് പരിചയമുള്ളവർക്ക് നിസ്സംശയം പറയുവാൻ കഴിയുന്ന ഒരു കാര്യം, ഈ വചനം മാംസമായി ഈ പിതാവിലൂടെ ജീവൻ നമുക്ക് നൽകി. അത്ഭുതകരമായ ഒരു മീൻപിടുത്തം ശിഷ്യന്മാർക്ക് ലഭിച്ചത് നാം സുവിശേഷത്തിൽ വായിക്കുന്നത് പോലെ മാർ തിമോത്തിയോസ് തിരുമേനിയുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ഒരു അത്ഭുതകരമായ ജീവിത സാക്ഷ്യം, നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ഇനിയും അത് പറയുന്നതിന് കാനൂനികമായ തടസ്സമില്ലാത്തത് കൊണ്ട് പറയട്ടെ, ഭാഗ്യസ്മരണാർഹനായ മാർ അത്താനാസിയോസ് തിരുമേനി ദിവംഗതനായപ്പോൾ പരിശുദ്ധ സഭ, പരിശുദ്ധ സിംഹാസനം, പരിശുദ്ധ പിതാവ് അത്താനാസിയോസ് തിരുമേനിയുടെ പിൻഗാമിയായി നിർദ്ദേശിച്ച് കൊണ്ടുവന്നത് അഭിനന്ദനായ ജോർജ് ചുണ്ടേവാലയിൽ അച്ഛനെയാണ്. പ്രാർത്ഥനാപൂർവം വിനയാന്വിതനായി അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. തന്റെ കുറവുകൾ, ഈ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ അനേകം ഘടകങ്ങളൊക്കെ കണ്ട് അദ്ദേഹം പറഞ്ഞു, അതിന് പ്രാപ്തിയുള്ള മറ്റാളുകൾ അത് നിർവഹിക്കട്ടെ, ഞാൻ പുരോഹിതനായി എന്നെ സഭയേൽപ്പിക്കുന്ന ശുശ്രൂഷകളൊക്കെ തുടർന്നുകൊള്ളാം. ദൈവ പദ്ധതിയിൽ സുനിശ്ചിതമായ ചില ഘടകങ്ങളുണ്ട്, മാറ്റമില്ലാത്ത, മാറ്റിമറിക്കാനാവാത്ത അപ്രകാരമുള്ള ആ നിയോഗം മോർ യൂഹാനോൻ തിരുമേനിയുടെ ദേഹവിയോഗത്തെ തുടർന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ പിതാവിന് വീണ്ടും നൽകുമ്പോൾ വിനയാന്വിതനായി കർത്താവിനോട് പറഞ്ഞ വാക്കാണ്, നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. ഈ ആപ്തവാക്യം വന്യ പിതാവ് ജീവിതത്തിന്റെ സമർപ്പണമായി സ്വീകരിച്ചു. അതുവരെയും കണ്ടിട്ടില്ലാത്തതുപോലെ വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ചു കയറ്റുവാൻ ക്ലേശിക്കുന്ന അനുഭവം
ശിഷ്യന്മാർക്ക് മാത്രമല്ല തിരുവല്ല അതിരൂപതയിലൂടെ നമ്മുടെ സഭയ്ക്ക് ലഭിച്ചു എന്നത് ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കണം. വിനയം, ദൈവഭയം, ദൈവാശ്രയം. വിനയം, ദൈവഭയം, ദൈവാശ്രയം. ഈ പുണ്യങ്ങൾ ഒരു മനുഷ്യനെ അത്ഭുതകരമായി രൂപാന്തരപ്പെടുത്തും. അതിന് ഈ വത്സല പിതാവ് മോർ തിമോത്തിയോസ് തിരുമേനി ജീവിക്കുന്ന ദൃഷ്ടാന്തമായി ഈ 92 വർഷക്കാലം നമ്മുടെ ഇടയിൽ ജീവിച്ചു, മാതൃക നൽകി, പാഠമായി സ്വർഗത്തിലെ പുണ്യവാന്മാരുടെ കൂട്ടായ്മയിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ ഭയപ്പെട്ടിരുന്നു. ആ ഭയം ദൈവാശ്രയബോധവും ദൈവസ്നേഹവും തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയും മനസ്സിലാക്കുന്ന ഒരു നിലയിലാണ്. ദൈവത്തെ മുറുകെ പിടിക്കുന്ന ഒരു പുരോഹിതനും മഹാപുരോഹിതനുമായി നമ്മുടെ പിതാവ് നമ്മുടെ മുൻപിൽ ജീവിച്ചു. പരിശുദ്ധ ദൈവമാതാവിനോട് അചഞ്ചലമായ ഒരാത്മബന്ധം പിതാവ് പുലർത്തിയിരുന്നത് മൈനർ സെമിനാരിയിൽ പിതാവിൻ്റെ ശിഷ്യന്മാരായിരുന്ന നമ്മിൽ അനേകർക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ദീർഘസമയം ജപമാലയും പരിശുദ്ധ അമ്മയുടെ ചിത്രത്തിന്റെ മുൻപിലെ പ്രാർത്ഥനയും, ദേവാലയത്തിൽ പ്രവേശിക്കുമ്പോഴും തിരികെ പോകുമ്പോഴും പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിതമായിരുന്ന സൈഡ് ഓൾട്ടർ, അവർ ലേഡീസ് എന്ന് നാം വിളിച്ചിരുന്ന പരിശുദ്ധ മാതാവിന്റെ ത്രോണോസിൽ വളരെ ഭക്തിയോടുകൂടി അമ്മയ്ക്ക് തന്നെ തന്നെ വിധേയപ്പെടുത്തുന്ന അമ്മയുടെ ഒരു ഭക്തനായ ദാസനായി മോർ തിമോത്തിയോസ് പിതാവ് മാതൃഭക്തനായി നമ്മുടെ മുൻപാകെ ജീവിച്ച മാതൃക നൽകി. പരിശുദ്ധ അമ്മ കർത്താവിനെ ജീവിക്കുന്നതിന് നമ്മെ പഠിപ്പിക്കുന്ന ദൈവ കണ്ണിയാണല്ലോ. മനുഷ്യൻ കാണുന്നത് പോലെയല്ല ദൈവം കാണുന്നത് എന്ന വചനം നാം പലപ്പോഴും ഓർമ്മിക്കാറുണ്ട്. സണ്ണിയച്ചൻ, ജോർജ് ഉണ്ടേവാലച്ചൻ അങ്ങനെയല്ല. ഗീവർഗീസ് മോർ തിമോത്തിയോസ് മെത്രാപ്പോലീത്തായുടെ ജീവിതത്തിന്റെ അത്ഭുതകരമായ മിഴിവാർന്ന സാക്ഷ്യം, തിരുവല്ല രൂപതയുടെ വളർച്ച വത്സല പിതാവിന്റെ കാലത്ത് അത്ഭുതകരമാണ്, അവിസ്മരണീയമാണ്. 988 മുതൽ 2003 വരെയുള്ള രൂപതാധ്യക്ഷൻ എന്ന ശുശ്രൂഷ, 953 മുതൽ 58 വർഷത്തെ പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷ, 31 വർഷത്തെ മേൽപ്പെട്ട ശുശ്രൂഷ, വത്സല പിതാവിന്റെ കാലഘട്ടം, മോർ അത്താനാസിയോസ് തിരുമേനി, മാർ യൂഹാനോൻ തിരുമേനി, ഈ ശ്ലൈഹിക ശുശ്രൂഷയുടെ ചരിത്ര ഘട്ടത്തിന് ശേഷം നമ്മുടെ രൂപതയെ കാരുണ്യവും കരുതലും കൊണ്ട് ദീർഘവീക്ഷണത്തോടെ നയിച്ചത് ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കാം. നമ്മൾ ഇന്ന് ആരാധന നടത്തുന്ന ഈ കത്തീഡ്രൽ ദേവാലയം, അതിന്റെ പ്രാരംഭഘട്ടം അത് ഏകദേശം പൂർത്തിയാക്കുന്ന സമയത്താണ് എളിയവനായ ഞാൻ ഈ രൂപതയുടെ ശുശ്രൂഷ ഏറ്റെടുക്കുക. വളരെ വിശാലമായ ഒരു ബന്ധം ഈ ദൈവാലയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അഭിഗമ്യ പിതാവ് ക്രമീകരിച്ചു എന്നുള്ളത്, തന്റെ സകല പ്രാർത്ഥനയും കഴിവുകളും ഈ ദേവാലയ നിർമ്മാണത്തിൽ അനേക കുടുംബങ്ങളെ ചേർത്ത് വെച്ച് നിർവഹിച്ചിട്ടുണ്ട്. ഇതിന്റെ ഓരോ ജനലും കതകും, ഇതിന്റെ ഓരോ പാളിയും നമ്മുടെ അനേക കുടുംബങ്ങളുടെ പേര് ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും അവർക്കും പിതാവിനും അതിരൂപതയ്ക്കും അറിയാവുന്നതുപോലെ ഒരാത്മബന്ധത്തിൽ രചിക്കപ്പെട്ടതും കുറിക്കപ്പെട്ടതുമാണ്. അപ്പൊ ഇന്ന് പിതാവിനോട് ഞാൻ ചോദിച്ചു, ഈ വലിയ പള്ളി എങ്ങനെ പൂർത്തിയാക്കും? അപ്പൊ അദ്ദേഹം എന്നോട് എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു,
പിതാവ് ഒന്നും പേടിക്കണ്ട, ഇത് തുടങ്ങിയതുപോലെ പൂർത്തിയായിക്കൊള്ളും, തുടങ്ങിയതുപോലെ പൂർത്തിയായിക്കൊള്ളും എന്ന് പിതാവ് പറഞ്ഞത് പിതാവിന്റെ ആപ്തവാക്യമാണ് എന്ന് പൂർണ്ണമായി തിരിച്ചറിയുന്നു. അവിടുത്തെ കരം പിടിച്ച് അവിടുത്തെ നാമത്തിൽ ആരംഭിച്ചത് അവിടുന്ന് പൂർത്തീകരിക്കും. അത്ഭുതകരമായി അത് പൂർത്തീകരിക്കപ്പെട്ട് ഈ അതിമനോഹര ദേവാലയത്തിൽ വത്സല പിതാവ് തന്റെ സ്വപ്നമായി മലങ്കര സഭയ്ക്ക് വേണ്ടി കാണിക്കയായി സമർപ്പിച്ച ഈ മധ്യതിരുവിതാംകൂറിലെ ഈ ആരാധനാ കേന്ദ്രം നമ്മുടെ സഭയ്ക്ക് മാത്രമല്ല, സകല ക്രൈസ്തവ സമൂഹങ്ങൾക്കും ഈശ്വര വിശ്വാസികൾക്കും ദൈവാരാധനയ്ക്ക് ഭാരതീയ വാസ്തുശില്പകലയിൽ മർത്തനാസിയോസ് തിരുമേനി രൂപക്കൊടുത്ത ലാറി ബേക്കറിന്റെ ഭാവന അനുസരിച്ചുള്ള പഴയ കത്തീഡ്രലിന്റെ വാസ്തുശില്പകല നഷ്ടപ്പെടുത്തി കളയാതെ അതിനേക്കാൾ ബലിഷ്ഠമായ രീതിയിൽ, മനോഹാരിതയിൽ കൂടുതൽ വർധനവ് നൽകി പിതാവ് ഇത് നമുക്ക് സമ്മാനിച്ചു. അതിശയകരമായി എന്ന് പറയട്ടെ, ഈ ദേവാലയത്തിലെ അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് പൂർത്തീകരിക്കപ്പെട്ടിട്ട് 4 ദിവസമേ ആയിട്ടുള്ളൂ. വത്സല പിതാവിനെ യാത്രയാക്കുമ്പോൾ പണിക്കുറവ് തീർന്ന, പിതാവ് വികാരിയായി ശുശ്രൂഷിച്ച, ഇതിന്റെ നിർമ്മാണത്തിന്റെ തുടക്കം കുറിച്ച ശ്ലൈഹിക ശുശ്രൂഷക്കാരൻ എന്ന നിലയില് പിതാവ് യാത്രയാകുന്നത് പണിക്കുറവ് മുഴുവൻ തീർന്ന ഈ സെന്റ് ജോൺസ് കത്തീഡ്രൽ ദേവാലയത്തില് പ്രാർത്ഥന നടത്തിയാണ്. നിന്റെ കൽപ്പന അനുസരിച്ച് വലയിറക്കാം എന്ന് പറയുമ്പോൾ സംഭവിക്കുന്ന വലിയ കരുതൽ സ്വർഗത്തിൻ്റെത്. ഈ ദേവാലയം മാത്രം ആസ്ഥാന ദേവാലയമാണ്. വത്സല പിതാവിന്റെ കാലത്ത് പണി തുടങ്ങി പൂർത്തീകരിക്കപ്പെട്ട ദൈവാലയങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. വിശാലമായ ദൈവാലയം. ചിലപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇത്രയും വലിയ പള്ളി ഈ ചെറിയ ഇടവകയ്ക്ക്, ഈ ചെറിയ മക്കൾക്ക് താങ്ങുവാനാവില്ല, അവർക്ക് ആവശ്യമുണ്ടോ? അവർക്കാണ് നമ്മൾ വലിയ പള്ളി കൊടുക്കേണ്ടത്. അനേകം ദൈവാലയങ്ങൾ പിതാവ് തുടങ്ങി പൂർത്തിയാക്കിയത് നമ്മുടെ നാടിന്റെ ഒരു വലിയ ശുശ്രൂഷാ കേന്ദ്രമായി നമ്മുടെ പുഷ്പഗിരി ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജായി ഉയർത്തുന്നതിനുള്ള അതിന്റെ ആദ്യത്തെ അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ, അംഗീകാരം ലഭിക്കുമ്പോൾ വത്സല പിതാവ് പ്രാർത്ഥനയോടും ദീർഘവീക്ഷണത്തോടും പൂർണ്ണമായ പിന്തുണയോടും കൂടി നിന്നു. അഭിനന്ദനായ യൂലിയോസ് തിരുമേനി ആ ശുശ്രൂഷ ഏറ്റെടുത്ത് ഡയറക്ടർ എന്ന നിലയിൽ അത് പൂർത്തീകരിച്ചു. വത്സല പിതാവിന്റെ ശ്ലൈഹികമായ അനുഗ്രഹം വർദ്ധമാനമായ രീതിയിൽ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നു. ഒരേ സമയം ഈ രൂപതയുടെ 3 പ്രദേശങ്ങളിൽ അജപാലന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് പാസ്റ്ററൽ സെന്റേഴ്സ് കട്ടപ്പനയിലും പീച്ചിയിലും തിരുവല്ലയിലും പാസ്റ്ററൽ സെന്റേഴ്സ്. ഒരു പാസ്റ്ററൽ സെന്റർ എന്ന് പറയുന്നത് ഇപ്പോൾ അതിൽ വലിയ ആശ്ചര്യമൊന്നുമില്ല. എന്നാൽ പിതാവ് ശുശ്രൂഷ ആരംഭിച്ച് കഴിഞ്ഞ് ഈ 3 പ്രദേശത്ത് രൂപതയുടെ മക്കൾക്ക് ഒരുമിച്ച് കൂടാൻ സഭാപരമായ അജപാലനപരമായ ശുശ്രൂഷകൾ ഏകോപിപ്പിച്ച് ക്രമീകരിക്കുവാൻ അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമുണ്ടെന്ന് ബോധ്യപ്പെട്ട പിതാവ് യജപാലന കേന്ദ്രങ്ങൾ നമുക്ക് വേണ്ടി തുടങ്ങിയത് ഓർക്കുക. തിരുവല്ലയുടെ വികസനം ഈ മേൽപ്പെട്ട ശുശ്രൂഷയുടെ ശ്രദ്ധേയമായ പൊതുജന സമർപ്പണ ഭാഗമാണ്. തിരുവല്ലയുടെ വികസന നായകനെന്ന് സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ അനേകം പ്രതിനിധികൾ വിചാരിച്ചത് കേട്ടു. തിരുവല്ലയ്ക്കൊരു വികസനത്തിന്റെ പന്ഥാവ് വാസ്തവത്തിൽ ഈ ആധുനിക ഘട്ടത്തിൽ തുറന്നത് തിമോത്തിയോസ് തിരുമേനിയാണ്. മാർ യോഹന്നാൻ തിരുമേനിയുടെ അനുഗ്രഹീതമായ കാലയളവിൽ നമ്മുടെ തിരുവല്ലയിലെ പബ്ലിക് സ്റ്റേഡിയം എന്നത് ഒരു സ്വപ്നമായിരുന്നത് യാഥാർത്ഥ്യമാക്കുന്നതിന്
അന്നത്തെ വികാരി ജനറൽ ജോർജ് ചുണ്ടേവാലച്ചൻ നൽകിയ നേതൃത്വം ഇന്ന് അത് വലിയ ഒരു അനുഗ്രഹമായി നാടിന് ലഭിച്ചിരിക്കുന്നു. തിരുവല്ലയിലെ അശരണരായ ആളുകളെ താമസിപ്പിച്ചവരെ ശുശ്രൂഷിക്കുന്നതിനുള്ള അഭയഭവന്റെ തുടക്കക്കാരിൽ ഒന്നാമൻ മോർ തിമോത്തിയോസ് തിരുമേനിയാണ് എന്നത് ഒരുപക്ഷെ ഇന്ന് അനേകർക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ലായിരിക്കാം. പിതാവിന്റെ ശ്രദ്ധയും കരുതലുമാണ്, കാരുണ്യവും കരുതലുമാണ് അഭയഭവന്റെ ആരംഭം. തിരുവല്ല YMCAയുടെ സജീവമായ ഒരു പ്രവർത്തനം പിതാവിന്റെ നേതൃത്വത്തിൽ നൽകപ്പെട്ടത് ഓർക്കുന്നു. തിരുവല്ലയുടെ ലാൻഡ്മാർക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ ഈ കത്തീഡ്രൽ ദേവാലയം, പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഈ ദേശത്തിന്റെ വികസനത്തിന് നൽകുന്ന വലിയ കരുതൽ. തിമോത്തിയോസ് പിതാവിന്റെ മനസ്സ് ഒരു എക്യുമെനിക്കൽ മനസ്സ് എന്ന് വത്സല പിതാവിനെ അറിയാവുന്നവർക്ക് നിസ്സംശയം പറയാം. ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായിരുന്ന വന്യ ദിവ്യശ്രീ കണിയാമ്പറമ്പിൽ കുര്യൻ കോറപ്പീസ്കോപ്പാകണം മൈനർ സെമിനാരിയിലെ കൊച്ചുമുറിയിൽ ചുണ്ടേവാലച്ചനെ കാണാൻ വന്നിരുന്നത് സജീവമായ ഓർമ്മയിലുണ്ട്. ചുണ്ടേവാലയിൽ അച്ഛനെ കാണാൻ വരുന്ന കോറപ്പീസ്കോപ്പ അവര് ഒരുമിച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ ആരാധനാ ശുശ്രൂഷകളിൽ എക്യുമെനിക്കൽ മനസ്സ്, പ്രാർത്ഥനകൾ വിവർത്തനം ചെയ്തത് ഞാൻ സൂചിപ്പിച്ചല്ലോ. എല്ലാ സഭകളുമായി പിതാവിനുണ്ടായിരുന്ന ഒരു ബന്ധം തിരുവല്ലയിലെ ഐക്യ പ്രാർത്ഥനാ വാരത്തിന്റെ ചടുലമായ ഒരു പ്രവർത്തന കാലഘട്ടമായിരുന്നു ജോർജ് ചുണ്ടേവാലച്ചന്റെ ഈ ഇടവകയുടെ വികാരിയായിരുന്നപ്പോഴുള്ള ശുശ്രൂഷയും പായിപ്പാട് ഇടവകയുടെ വികാരിയായിരുന്നപ്പോഴുള്ള ശുശ്രൂഷയും മറ്റ് പിതാക്കന്മാരുമായുള്ള ബന്ധം പിതാവ് വലിയ ശ്രദ്ധയിൽ കരുതി. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കാലം ചെയ്ത മാർത്തോമ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ ബാവാതിരുമേനിയോട്, ഗീവർഗീസ് മാർ ഒസ്താത്തിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനിയോട്, മാർത്തോമ സഭയുടെ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയോട് ഈ അഭിനന്ദനായ പിതാവ് വളരെ ആത്മബന്ധം പുലർത്തിയിരുന്നു. ദക്ഷിണേന്ത്യൻ മഹാ ഇടവകയുടെ അതാത് കാലത്തെ മേലധ്യക്ഷന്മാരുമായി വത്സല പിതാവിന് ഹൃദയപൂർവമായ ബന്ധമുണ്ടായിരുന്നു. കത്തോലിക്ക തിരുസഭയിലെ അഭിവന്യ പിതാക്കന്മാരോട് ചങ്ങനാശ്ശേരിയിലെയും കോട്ടയത്തെയും നമുക്ക് ഏറ്റവും അടുപ്പമുള്ള അയൽക്കാര്, പാലാരൂപത, നമുക്ക് ഏറ്റവും മിഷണറിമാരെ നൽകിയിട്ടുള്ള നമ്മുടെ സിറോ മലബാർ സഭയിലെ അഭിവന്യരായ പിതാക്കന്മാരെല്ലാവരോടും പ്രത്യേകമായ ബന്ധം. പ്രായാധിക്യമുണ്ടെങ്കിലും അഭിവന്യനായ പള്ളിക്കാപ്പറമ്പിൽ പിതാവ് ഇവിടെ എത്തി പ്രാർത്ഥിച്ചത് ആ വലിയ ആത്മബന്ധത്തിലാണ്. ഒരു എക്യുമെനിക്കൽ മനസ്സ്. തിരുവല്ലയിൽ ഐക്യ ക്രിസ്മസ് എന്ന ഒരു കാര്യം യാഥാർത്ഥ്യമാക്കിയത് ജോർജ് ചുണ്ടേവാലച്ചനാണ്. ഈ മനസ്സ് എല്ലാ കാലത്തും എക്യുമെനിക്കൽ മനോഭാവത്തിൽ നിറഞ്ഞു നിന്ന ഒരു അനുഭവം നമുക്ക് നൽകിയതാണ്. ഭാരത സഭയുടെയും കേരള കത്തോലിക്ക സഭയുടെയും സജീവമായ ശുശ്രൂഷയില് വത്സല പിതാവ് നേതൃത്വം നൽകിയിട്ടുണ്ട്. CBCIയുടെ ഒന്നാമത്തെ വൈസ് പ്രസിഡന്റായി പിതാവ് സേവനമനുഷ്ഠിക്കുമ്പോഴാണ് അതോടൊപ്പം കാരിത്താസ് ഇന്ത്യയുടെ ചെയർമാനായി ശുശ്രൂഷിക്കുക. രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായി. മഹാരാഷ്ട്രയിലെ ലത്തൂറിൽ നടന്ന ഭൂകമ്പവുമായി ബന്ധപ്പെട്ട ദുരന്ത അനുഭവങ്ങൾക്ക് പരിഹാരം നിർണയിക്കുന്നത് കാരിത്താസ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടത്തിയ വലിയ സാമൂഹിക പ്രവർത്തനം, പുനരധിവാസ പ്രവർത്തനങ്ങൾ, 100 കണക്കിന് കുടുംബങ്ങൾക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു വലിയ പദ്ധതിക്ക് നമ്മുടെ ഈ വത്സല പിതാവാണ് കാരുണ്യവും കരുതലും നേതൃത്വവും നൽകിയത്.
അത് അഭിമാനത്തോടെ സന്തോഷത്തോടെ ഓർക്കും. ദളിത് ക്രൈസ്തവരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ ഒരു പൊതുസമ്മേളനം, പിതാവ് CBCയുടെ വൈസ് പ്രസിഡന്റാണ്. കത്തോലിക്ക മെത്രാന്മാരിൽ അന്ന് അവിടെ അറസ്റ്റ് വരിച്ച് ദളിത് മുന്നേറ്റത്തിന്റെ ഒരു വലിയ പ്രചാരകനായി തീർന്നത് നമ്മുടെ ഈ വത്സല പിതാവാണ്. ബഹുമാനപ്പെട്ട ചെറിയാൻ താഴമണ്ണച്ചനാണ് പിതാവിനെ അവിടെ കൊണ്ടുപോയത്. പോയ വഴിക്ക് പിതാവ് ചോദിച്ചു, എവിടേക്കാ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നത്? വലിയ ആൾക്കൂട്ടം കണ്ടപ്പോ. അപ്പോ പ്രസംഗിക്കാനോ വല്ലതും ആണോ എന്ന് താഴമണ്ണച്ചനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, പ്രസംഗിക്കാനൊന്നുമല്ല, അവർ അറസ്റ്റ് ചെയ്യും, പിതാവ് ഒന്നും പ്രത്യേകം ചെയ്യേണ്ടതില്ല. ദളിത് ക്രൈസ്തവരുടെ വലിയ ഒരു മുന്നേറ്റത്തിന് പിതാവിനെ സംബന്ധിച്ച് അതൊരു ഔപചാരികമായ ചടങ്ങല്ല. പിതാവ്, ഞാൻ ഇടവകളുടെ പേര് പറയുന്നില്ല, ഈ കത്തീഡ്രൽ ദേവാലയം ഉൾപ്പെടെയുള്ള അനേക ദേവാലയങ്ങളിലെ നമ്മുടെ പാവപ്പെട്ട അപ്രകാരമുള്ള കുടുംബങ്ങൾക്ക് വ്യക്തിപരമായി അവരുടെ കുടുംബങ്ങളിൽ ചെന്ന് അവരുടെ പേര് വിളിച്ച് അവരുടെ മക്കൾക്ക് പഠിക്കുവാനുള്ള വലിയ കരുതൽ നൽകിയ ഒരു ശുശ്രൂഷയുണ്ട്. അത് ഒരിക്കലും അവർ മറക്കുകയില്ല, ഒരിക്കലും തലമുറകൾ അത് മറക്കുകയില്ല. വലിയ നന്മ നൽകിയ ഒരനുഭവം. KCBCയുടെ സെക്രട്ടറിയായി വൈസ് പ്രസിഡന്റായി ഒക്കെ പിതാവ് ശുശ്രൂഷിച്ചിട്ടുള്ളത് ഓർക്കുന്നു. ഇടവകളെ സ്നേഹിച്ച ഇടയനാണ് തിമോത്തിയോസ് പിതാവ്. വികാരിയായിരുന്ന പള്ളികളിൽ ഇപ്പോഴും പിതാവ് വികാരിയായിരുന്നതിന് വളരെ കാലങ്ങൾക്ക് ശേഷവും അവിടുത്തെ കുഞ്ഞുങ്ങൾ, അവരുടെ തലമുറകളിലെ മക്കൾ പിതാവിന്റെ ശുശ്രൂഷയെക്കുറിച്ച് മാതാപിതാക്കളിൽ നിന്ന് കേട്ടിരിക്കുന്നത്, പങ്കുവയ്ക്കുന്നത് എനിക്കറിയാം. അവിടെയെല്ലാം ആളുകളെ പേര് ചൊല്ലി വിളിക്കുന്ന ചുണ്ടേവാലയിലച്ഛൻ, ചുണ്ടേവാലയിലച്ഛനെ കാണാൻ വരുന്ന ഇടവകയിലെ ആളുകൾ സെമിനാരിയിൽ വരുമ്പോൾ അവരോട് സംസാരിക്കുന്നത്, ഇടപെടുന്നതൊക്കെ കാണുന്ന പഠിച്ചിട്ടുള്ള ആ കാലഘട്ടത്തിലെ നല്ല ഓർമ്മ. പിതാവിനെ കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ പറയുവാനുണ്ട്. അഭിമന്യരായ പിതാക്കന്മാർ 2 പേര് നമ്മുടെ ഈ കേരള സഭയ്ക്ക് വേണ്ടി സംസാരിക്കുന്നതിന് ഇവിടെയുണ്ട്. ഞാൻ വാക്കുകൾ ചുരുക്കട്ടെ. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ എളിയ ശുശ്രൂഷകനായി, അധ്യക്ഷനായി പിതാവിനോടുള്ള ആദരവ് ഇവിടെ അറിയിക്കുമ്പോൾ, എന്റെ ഗുരുഭൂതൻ എന്ന നിലയിൽ വൈദിക പരിശീലനത്തിന്റെ 1-ാം ദിവസം മുതൽ 3 വർഷക്കാലം പിതാവ് നൽകിയിട്ടുള്ള വലിയ ആത്മീയമായ ശക്തിപ്പെടുത്തൽ, വലിയ പ്രോത്സാഹനം, കരുതൽ, അത് കൃതജ്ഞതയോടെ ഓർക്കുകയാണ്. 200-നടുത്ത് വരുന്ന പിതാവ് പഠിപ്പിച്ചിട്ടുള്ള വൈദികരുടെ നീണ്ട നിര, നമ്മുടെ സഭയിലെ അഭിമന്യ പിതാക്കന്മാരുടെ പേരുകൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടല്ലോ. 5 പിതാക്കന്മാര് പിതാവിന്റെ ശിഷ്യന്മാരായി മലങ്കര സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങളോടൊപ്പം ഞാനും അഭിമാനത്തോടെ ഓർക്കുന്നു. പിതാവ് നൽകിയ വൈദിക ജീവിതത്തിന്റെ ആദ്യ പാഠങ്ങൾ, ജീവിതത്തിന് ബലം നൽകി, കർത്താവിനെ അടുത്തറിയുന്നതിനുള്ള ആത്മവിശ്വാസം നൽകി, ചൈതന്യം നൽകി. ജനങ്ങൾക്ക് കാരുണ്യം, തന്റെ ഭദ്രാസനത്തിന്, തന്റെ സഭാമക്കൾക്ക് കരുതൽ. ആദ്യമേ സൂചിപ്പിച്ചതുപോലെ കാരുണ്യവും കരുതലും നൽകിയ ഈ വലിയ ഇടയൻ നമ്മിൽ നിന്ന് യാത്രയാവുമ്പോൾ ആത്മീയതയും സാമൂഹികമായ വളർച്ചയും അടിസ്ഥാന സൗകര്യങ്ങളും ആരാധനയ്ക്കുള്ള ക്രമീകരണങ്ങളും രൂപതയുടെ സാമ്പത്തികമായ അടിത്തറയും പൊതുസമൂഹത്തിലെ പാവങ്ങളെ ജാതി മതഭേദമന്യേയുള്ള കരുതലും നൽകിയ ഈ വത്സല പിതാവ് യാത്രയാവുന്നു. അതേ കാരുണ്യവും കരുതലും നൽകിയ വലിയ ഇടയൻ നിങ്ങൾ ഹൃദയത്തിൽ കുറിച്ചു വയ്ക്കുക, പിന്നീട് പ്രാർത്ഥനയിൽ ഓർക്കുക. വന്യ തിമോത്തിയോസ് പിതാവിനെ ഓർക്കാൻ ഇതിനേക്കാൾ
എൻ്റെ മനസ്സിൽ മറ്റു വാക്കുകളില്ല. ദൈവത്തിൻ്റെ കാരുണ്യം, തൻ്റെ ജനത്തിന് കരുതൽ നൽകിയ ഈ ഇടയൻ, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയെന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞത് പിതാവിൻ്റെ ആപ്തവാക്യത്തിൻ്റെ അനുസരണയാണ്. വള്ളത്തിന്റെ വലതുവശത്ത് നീ വലയിടുക, നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. പിതാവ് വലയിറക്കി. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചു. അത് സംഭവിച്ചു. ഞങ്ങൾക്ക് മിശിഹാ തമ്പുരാന്റെ കാരുണ്യവും ഇടയന്റെ കരുതലും നൽകിയ ഭാഗ്യവാനായ മോർ തിമോത്തിയോസ് പിതാവേ, അങ്ങ് സമാധാനത്തോടെ പോയാലും ബലഹീനരായ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് നിരന്തരം ദൈവതിരുസന്നിധിയിൽ അപേക്ഷിക്കണമേ.